ഇപ്പോൾ രാവിലെ എണീറ്റാൽ നല്ല മഴ ആണല്ലോ, വന്ന് അടുക്കളയിലേക്ക് നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ് കേട്ടോ. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഞാൻ രാവിലെ പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരി ഇവിടെ കുറേ ആയിട്ടുണ്ടാക്കിയിട്ട്, ഒന്നാമത് ഫുൾ ഓയിലാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ അങ്ങനെ സമ്മതിക്കാറില്ല. അപ്പോൾ ഇന്ന് പിന്നെ മക്കൾ പറഞ്ഞു എന്തായാലും കുറേ ആയാലും ഉണ്ടാക്കിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും ഉണ്ടാക്കാമെന്നുള്ളത്. അങ്ങനെ ഞാൻ പൂരി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് മൈദയും പിന്നെ കുറച്ച് ആട്ടപ്പൊടിയോടും പിന്നെ കുറച്ച് റവ ആയാലും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. റവ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിടക്കും പൂരി. ഇത് ഞാൻ ചോക്ക് വരച്ചാട്ടോ ടൈലിൻ്റെ മേലെ പിന്നെ ഉറുമ്പ് പോകാനായിട്ട്. പക്ഷേ ചെറിയ ഉറുമ്പേ പോകുന്നുള്ളൂ, മറ്റേ ഒരു കറുത്ത ഉറുമ്പുണ്ട്. അപ്പോൾ അത് തീരെ പോകുന്നില്ല, ചോക്കൊന്നും അതിന് ഏശുന്നില്ല കേട്ടോ. ഞാൻ തിളച്ച പിന്നെ വെള്ളമാണ് കേട്ടോ പൂരിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചിലർ പറയും പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത്, പക്ഷേ എനിക്ക് പച്ചവെള്ളത്തിൽ കുഴച്ചിട്ടുണ്ടെങ്കിൽ മാവ് ഒരു ടൈറ്റ് ആവാത്ത പോലെ, പിന്നെ നമ്മളെ പൂരിക്ക് കുറച്ചൊരു ഉറപ്പുള്ള പോലെയും തോന്നും. അപ്പോൾ ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ അതിൽ ഉപ്പിട്ടുകൊണ്ട് അങ്ങനെ കുറച്ചായിട്ട് പിന്നെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ഇതാ നല്ലോണം മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ പൂരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഈ പൂരി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഉമ്മനാണ് ഓർമ്മ വരിക. കാരണം എന്താ വെച്ചാൽ ഞാനും എപ്പോഴും കച്ചറാട്ടോ ഈ ഒരു പൂരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഞാൻ പരത്തുന്നതിന് ചിലപ്പോൾ നല്ല വട്ടം കൂടുതലാവും. അപ്പം ഉമ്മ അറിയും കുറേ ഇതിന് വെളിച്ചെണ്ണ വേണ്ടി വരും, അപ്പോൾ കുറച്ചൊരു വലിപ്പം കുറക്കാൻ. അപ്പോൾ ഞാൻ നല്ലോണം തീരെ വലിപ്പം കുറക്കും. അപ്പം പറയും നല്ല വലിപ്പം കൊണ്ടുവരുന്നത്. അങ്ങനെ എപ്പോഴും പൂരി ഉണ്ടാക്കുമ്പോൾ ഞാനും ഭയങ്കര കൊമ്പിയാണ്. അങ്ങനെ അതാ പൂരി ഫസ്റ്റിലിട്ട് വല്ലാതെ പൊന്തി വന്നിട്ടില്ല കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഈ പൂരിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ബാജിക്കറി, അല്ലെങ്കിൽ പിന്നെ ചിക്കൻ കറിയോ ബീഫ് കറിയോ അങ്ങനെ എന്തെങ്കിലും ആണ് കേട്ടോ. ഇതൊന്നല്ലാതെ ഞങ്ങൾ കൂട്ടുന്ന ഒരു ഐറ്റം ഉണ്ട്. അതായത് ഞങ്ങൾ ചെറുതിലൊക്കെ കൂട്ടിക്കൊണ്ടിരുന്നൊരു ഐറ്റമാണ്. ഉമ്മ പിന്നെ നല്ല മൈസൂർ പഴം ഉണ്ടല്ലോ, അതൊരു 3-4 മൈസൂർ പഴവും പിന്നെ തേങ്ങാപ്പാലും പിന്നെ പഴം ഇട്ടുങ്ങാണ്ട് ഒന്നായിട്ട് മിക്സാക്കും. കൈകൊണ്ട് തന്നെ കുഴച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ കുറച്ച് തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കറി പോലെ ആക്കിയെടുക്കും. എന്നിട്ട് കുറച്ച് പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കും. അത് ഈ പൂരിയിൽ ഒഴിച്ച് തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഒരു മസ്ത് പിടിച്ചോ. പിന്നെ നമ്മളൊരു 5-6 പൂരിയും അതും തിന്നുകാണ്ട് രാവിലെ കിടക്കാൻ കിടന്നാൽ പിന്നെ നമ്മൾ എത്ര നേരം വേണമെങ്കിലും ഉറങ്ങിപ്പോട്ടെ, അങ്ങനെ മസ്തായി പോകണം ഒരു ഐറ്റം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് അങ്ങനെ കൂട്ടാനായിട്ട്. ഹെൽമെറ്റ് ഇടാളേ. ഞാൻ ഓരോ ഉദ്ദേശിച്ചതാ. ഇതിങ്ങനെ പിടിച്ചാൽ മറ്റേ വെള്ളയിലേ ഒലിക്കും. ഇങ്ങനെ കൂട്ടിപ്പോയി ഇവിടെ രാവിലെ ഇതാണല്ലോ, രാവിലെ മദ്രസയിൽ പോകാനാകുമ്പോഴേക്ക് നല്ല മഴ ആയിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആ മഴ അങ്ങോട്ട് പോവുകയും ചെയ്യും. എന്തായാലും അപ്പോഴേക്കും എൻ്റെ രാവിലത്തെ ചായൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കുറ്റ്യാടി കുറച്ച് കൊറിയറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് സെൻഡ് ചെയ്യാൻ പോകണം. പിന്നെ വേറെ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോയി വരുന്ന വഴിക്ക് മോളും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അങ്ങനെ ഞങ്ങൾ കുറ്റ്യാടിയിലൊരു ഷോപ്പ് കയറിയതാണ്. കുറച്ചായി അത് ഓപ്പൺ ചെയ്തിട്ട്, അപ്പോൾ അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുൻപ് ഇവിടുന്ന് പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളിവിടെ പോയി കഴിച്ചപ്പോൾ പാത്രത്തിന് നല്ല ഡെപ്ത് ഉണ്ട്, നല്ല ഒരു കുഴിയുള്ള പാത്രമാണ്, പക്ഷേ സാധനം അതിനകത്തൊന്നുമില്ല. പിന്നെ അത് നമ്മളൊരു ഇളനീർ ഷേക്കും പിന്നെ ഞാനൊരു ലൈമുമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവമൊക്കെ നല്ല ഓക്കെ ആയിരുന്നു കേട്ടോ, പക്ഷേ സാധനം തീരെ ഇല്ലാതായിപ്പോയി. നമ്മളൊക്കെ ആദ്യം ഏതെങ്കിലും ഒരു കൂൾ ബാറിൽ കയറി ജ്യൂസ് കുടിച്ച് പോരാ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം ഈ മക്കളെയൊക്കെ കൂട്ടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലവാക്കുന്നതിനേക്കാളും അതിൻ്റെ ഇരട്ടിയാണ് കേട്ടോ ഇപ്പോൾ ചിലവാകുന്നത്. ഒരു കണക്കിൽ ഇവരെയും കൂട്ടി പോകാത്തതാണ് നമ്മളെ ബഡ്ജറ്റിന് ഏറ്റവും നല്ലത്.